സാറേ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അല്ല, ആ ബോഡി എവിടെ കിടക്കണ? നിന്റെ വീട്ടിലത്തെ സ്വിമ്മിംഗ് പൂളില്. സത്യം? അവിടെ സത്യമാണ്, വേണമെങ്കിൽ പോയി നോക്കോ. ശരി സോ. ഗൈസ്, ഇതാണ് ആ ബോഡി. കണ്ട, ഇവന് ആരോ കത്തി വെച്ചും കണ്ട് ഇരുമ്പ് വെച്ചും കണ്ട് കുത്തിയേക്കാണ്. എനിക്കറിയില്ല. അയ്യോ, എന്റെ വണ്ടി അവിടെ ഞാൻ മറന്നു വെച്ചു പോയി. വേഗം പോയി എടുക്കട്ടെ, ഈ കള്ളന്മാരടിച്ചോണ്ട് പോകും. ഞാൻ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് CCTV നോക്കാം. നമ്മുടെ വീട്ടിലത്തെ CCTV ഉണ്ടായത് ഭാഗ്യം. നമുക്ക് നോക്കാം. എന്റെ PC-ലല്ല CCTVയുടെ കൺട്രോൾസ് ഒക്കെ ഇരിക്കുക. മൊബൈലിൽ ഞാൻ കയറ്റിയിട്ടില്ല. ഇന്ന് മിക്കവാറും ഞാൻ കയറ്റു. എനിക്ക് വേഗം പോട്ടെ. ഓക്കെ, നമുക്ക് നോക്കട്ടെ, ഇതിൽ നോക്കാം. ഗൈസ്, നമുക്ക് ഇങ്ങനെ കിട്ടിയേക്കാണ്ട. നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. പോലീസ് സ്റ്റേഷനിൽ വേണ്ട, നമ്മുടെ മറ്റേ സഞ്ജയ് ഇല്ലേ, സഞ്ജയാണ് ഈ കൊലപാതകം ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് അവനെ പോയി അറസ്റ്റ് ചെയ്യാം. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇടിയും കണ്ടു കൊടുത്തിട്ട് നമുക്ക് അവനെ എന്തെങ്കിലും ചെയ്യാം. ഗൈസ്, ഞാൻ അവൻ്റെ വീട്ടിലേക്ക് എത്തിയേക്കാണ്. ഓക്കെ, നമുക്ക് അവനെ അറസ്റ്റ് ചെയ്തോണ്ട് വരാം. ഗൈസ്, ഞാൻ ഇവനെ അറസ്റ്റ് ചെയ്ത് വണ്ടി കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്കുള്ള കാര്യം, ഇവനെ നമ്മ എന്ത് ചെയ്യും? നമുക്കിവനെ കൊല്ലാം. ഇവൻ കൊലപാതകക്കാരനാ. അപ്പൊ നമുക്കിവനെ കൊല്ലാം. ഒരു ടവറുണ്ട്, അത് സ്റ്റണ്ട് ചെയ്യണ ഒരു ടവറാണ്. അപ്പൊ നമുക്ക് അവിടെ ചെല്ലാം. ഓക്കെ ഗൈസ്, നമ്മ അങ്ങനെ അവിടെ എത്തിയേക്കാണ്. നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കയറാം. $2,000 years later. ഓക്കെ ഗൈസ്, ഞാൻ താഴെ ഇട്ടുണ്ട്. ആൾക്കാർ നമ്മളെ കാണുന്നതിന് മുമ്പ് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാം. അതായിരിക്കും നല്ലത്. ഓക്കെ ഗൈസ്, ഞാൻ അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയാൽ കാണ്ട. നമുക്ക് സാറിൻ്റെ അടുത്ത് കാര്യം പറയാം. സാറേ, ഞാൻ മറ്റേ അഭിഷേകിന്റെ മോനില്ലേ സഞ്ജയ്, അവനെ ഞാൻ കൊന്നു. എന്തിന്? സാറേ, അവനിപ്പോ വലിയ കുറ്റമാണ് ചെയ്തേക്കണത്. ഇല്ലേ രാജേന്ദ്രന്റെ മോനെ അവൻ കൊന്നേക്കാണ്. അതായത് അവൻ സൈക്കോ പോലെയാണ് അവൻ കൊന്നേക്കണത്. അപ്പൊ അവനെ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ച് ബോധം കിടത്തിയിട്ടൊന്ന് ഇടിച്ചും എന്നിട്ട് മോളിൽ നിന്ന് താഴിട്ടുള്ളൂ. ഏറ്റവും മോളിൽ നിന്ന് വലിയ കാര്യമായിട്ട് എന്താ പറയാ, ബോൺസ് കൂടിയും നല്ല കാര്യമായിട്ട്. ആ കൊച്ചിന്റെ ബോൺസ് എല്ലാം ഓടിഞ്ഞേക്കണോ, സൈക്കോ പോലെ ആണ് ചെയ്തിരിക്കണത്. അപ്പൊ ശരി സാറേ, ഞാൻ വീട്ടിൽ പോട്ടെ. ശരി സാർ. ഗീസ്, ഇവിടെ അഭിഷേക് വന്നാണ്. എന്താ സോ? யாரோ என் மகனை கொன்றுவிட்டு எனக்கு தெரியாது. என் மகனை கொன்றது யாருன்னு நீ கண்டுபிடிச்சிடுவாய். എൻ അഡീബ് പക്കിരായി ഒരു പോലീസ് അധികാരി അവ പേർ IPS അസീം റയാൻ. എന്നാൽ എന്നെ ഒന്നും ചെയ്യാൻ മുടിയാതെ. அப்படித்தான் இருக்கிறது. അപ്പൊ ബൈ ബൈ. എന്തുട്ട എന്നടിച്ചോണ്ടിരിക്കുന്നത്? എന്തുട്ടാ സാധനം? ഞാൻ നോക്കട്ടെ. നിക്കട്ടെ, ഈ പാതിരാക്ക് എവിടെന്നാണ് ഈ ടി? എനിക്ക് മനസ്സിലാവള്ള എവിടെന്ന് പുറത്തിത് എവിടെന്നാണാവോ. അയ്യോ അമ്മേ,
സ്വപ്നമായിരുന്നോ? അയ്യോ, ഇനി അഭിഷേകം ഞാൻ ഇവിടെ ഉണ്ടാവോ? വേഗം വണ്ടി എടുത്ത് നമുക്ക് അവനെ അറസ്റ്റ് ചെയ്യാം, എന്നിട്ട് ജയിലിൽ കൊണ്ടാക്കാം. ഇല്ലെങ്കിൽ പിന്നെ മൊത്തം പ്രശ്നവും. നമ്മുടെ വീട്ടിലാവുമ്പോ ബോംബ് നമ്മ ചാവും. സ്വപ്നം എന്തോ ഭാഗ്യം. ഇനി അവനായിരിക്കും നിർഭാഗ്യം. പാവം, അവൻ ഇന്ന് ജയിലിൽ പോവും. ഒരു നിർബന്ധമില്ല അവൻ ജയിലിലാക്കണമെന്ന്. കാരണം അവന്റെ മോനെ അമ്മക്കൊന്നുമില്ല. അപ്പൊ അവൻ എന്തായി ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമുക്ക് അവനെ ഇല്ലേ പോയി അറസ്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് ഈ വില്ലേജിന്റെ ഇടയിൽ അവന്റെ വീട്. അവനില്ലേ കൊലപാതകം ചെയ്തതൊന്നും അറിയാണ്ടിരിക്കാനായിട്ട് ഒരു ഇടയിൽ അങ്ങോട്ട് വീട് വെച്ചേക്കുന്നു. ആരും അറിയൂലല്ല, ഒളിച്ചിരിക്കാണ് അയാള്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോകണ്ട, ഞാൻ മറന്നുപോയി പോലീസ് സ്റ്റേഷനിലേക്ക്. എന്നിട്ട് നമുക്ക് അവനെ സെല്ലിലിടാം. ഓക്കെ, ഞാൻ അഭിഷേകിനെ എങ്ങനെ സെല്ലിലിട്ടൊക്കെയാണ് കേട്ടോ. അവനിനി എങ്ങനെ രക്ഷപ്പെടും നമുക്ക് നോക്കാം. അവന്റെ കയ്യിൽ വെപ്പൺസ് എങ്ങാനും ഉണ്ടോന്ന് നോക്കി. ഒന്നുമില്ല. അവനെ ഫുള്ള് പരിശോധിച്ചിട്ട് ആ സെല്ലിൽ കയറ്റി. ഇല്ലി പിന്നെ അവൻ ബോംബിടും. ബോംബിട്ടാലും നമ്മുടെ പോലീസുകാർ മാത്രമല്ലായിരിക്കും ചാവുക, അവനും ചാവും. ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ. வேண்டாம், வெடிக்க வேண்டாம், வெடிக்க வெடிக்க பாண்டா, படிக்க படிக்க வாரா, புழுதி பாண்டா.